ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജയിലിലായിരുന്നു. ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു. മേ ബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു. മേ ബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും ടിവിയിലൊക്കെ വന്നല്ലോ. ഇതിനാന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മന്ത്രി പ്രസവവേദനയോ രാഷ്ട്രീയത്തിൽ ചോരെഴുത്ത് നടത്തിയോ, അവന്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ, അല്ലെ പോസ്റ്റർ ഒട്ടിച്ചോ, പട്ടിണി കിടന്നോ, തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി 12 മണിക്കും 1 മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ, കടത്തിന്നെ കിടന്നു ഉറങ്ങിയതോ, പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ. സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ, സുഖപ്രസവമല്ല, വേദനയുള്ള പ്രസവമല്ല. അപ്പൊ അതിന്റേതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും. അതാ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നിൽ മന്ത്രിയാ എനിക്ക് പറ്റിയ ഒരു കൈപ്പഴയാണല്ലോ ഇത് എല്ലാം കൊണ്ട്. ഞാൻ പേടിച്ചിട്ട് വരുമ്പോഴൊക്കെ ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി കുറ്റിയിട്ടിട്ടായിരിക്കുന്നത്. ഈ അടിയും പിടിയും എല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴാണ് എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, തലയിലെല്ലാം മുഴച്ചു വന്നു, കഴുത്തിലെല്ലാം പാടായിരുന്നു, മൂക്കില് ഇടിച്ചിട്ടുണ്ട്, എന്തോ ഒരു സാധനം, ഒരു ചെയറിന്റെ എന്തോ ഹാൻഡിൽ എന്തോന്ന് പൊട്ടി വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് അടിച്ചത്. ഇവിടെ എല്ലാം പാടുകളും ഇവിടെയും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ബാക്കിലൊക്കെ നീലിച്ച്, കയ്യിൽ ഇവിടെ നീലിച്ച് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് അപ്പോഴാണ് എനിക്ക് ആ വേദനയൊക്കെ തോന്നി, ഫിസിക്കൽ വേദന അപ്പോഴാ വന്നേ. അതുവരെ ഞാൻ ആകെ അപ്സെറ്റ്, തകർന്നു പോയതിന്റെ ഒരു അപ്സെറ്റ് ആയിരുന്നു. പിന്നെയാണ് ഫിസിക്കൽ വേദന വന്നത്. അപ്പോഴും ഞാൻ കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജയിലിലായിരുന്നു. ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു. മേ ബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല.